അച്ഛാ ഞാൻ നോക്കാം. നിഖിലില്ലേ? ഓ മീറ്റിംഗിലുണ്ടല്ലോ. ഇവൻ ഇതെപ്പോഴും മീറ്റിംഗിലാണ്. അമ്മ വിളിക്കാം, വാടാ. എടാ ഓന്റെ മീറ്റിംഗ് തീരെ ലേറ്റ് ആവും. നിഖിലേ, മീറ്റിംഗിലാണ്. മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. എടാ ഞാൻ പറഞ്ഞില്ലേ മീറ്റിംഗ് കഴിഞ്ഞാൽ പുറത്തിറങ്ങില്ല. എന്നാ നമുക്ക് പോവാം. എന്നാ ശരി, ഞങ്ങൾ പോവാ. അവനോടൊന്ന് പറഞ്ഞേക്കട്ടാ. ആടാ പറയാം. എന്തായിട്ടേ ബൈനോക്കുലറിലായിട്ട് ഒരു രസല്ലേ ഇങ്ങനെ നോക്കിയിരിക്കാൻ. എടാ, നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിഖിലിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ അന്ന് പോയപ്പോഴോ മീറ്റിംഗിൽ തന്നെ ആയിരുന്നു. എടാ എനിക്ക് തോന്നുന്നു അവനവിടെ ഇല്ലെന്നാ. എടാ നിനക്ക് നിഖിലിനെ അറിയാവുന്നല്ലേ? നിഖിൽ അങ്ങനെ ജോലി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി കൊടുത്ത ടൈപ്പ് ആണോ? ഏട്ടനിപ്പോ എന്താ റൂമിൽ തന്നെ ഇരിക്കുന്നത്? അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടല്ലേ. ഏട്ടൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. എടാ, നമ്മൾ അവിടെ പോയത് നിഖിലിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾക്ക് വേണ്ട ആൻസേഴ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? എന്താടാ എന്നെ ഏട്ടന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടോ? തൽക്കാലം അതിന്റെ ആവശ്യമില്ല. നിന്നെ കൊണ്ട് അതിന് പറ്റും തോന്നുന്നുണ്ടോ? അവളുടെ പാരന്റ്സിന് അവളോടുള്ള സ്നേഹം നമ്മളിന്ന് കണ്ടതല്ലേ. മോളെ ഇത് കഴിക്കി. അവർക്കൊരു കൂട്ടാവെന്ന് വിചാരിച്ച് നിഖില് വിളിച്ചു വരുത്തിയ ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും ഇനി ചിലപ്പോ അവളുടെ കൺട്രോളിലാണെങ്കിലോ? മീറ്റിംഗ് ആണെന്ന് കരുതി റൂമിൽ കയറിയിരിക്കുന്നത് ചിലപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും. പക്ഷെ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവൻ എപ്പോൾ പുറത്തിറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അവനല്ലെങ്കിലോ? കല്യാണം സിഗ്മ ലൈഫാണ് ഏറ്റവും ബെസ്റ്റ്. Sometimes protection and restriction, they both look the same.